അപ്പോൾ ഇതൊക്കെ കുറച്ച് നെല്ലിക്ക മാങ്ങയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നെല്ലിക്ക ഓൾറെഡി ഞാൻ ഉപ്പിലിട്ട് കഴിഞ്ഞ് മാങ്ങ ഉള്ളത് ഇതാ നന്നായിട്ട് കട്ട് ചെയ്ത് ഉപ്പൊക്കെ തിരുമ്പി 2 ദിവസം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഫ്രിഡ്ജിലേക്ക് ഇരുന്ന് അതൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ പിടിച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി അച്ചാറിടാട്ട് നമുക്ക് അതിനായിട്ട് ഉരുളി വെച്ച് കൊടുത്തിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുകും അതേപോലെ ഉലുവിട്ട് പൊട്ടിക്കുക. പിന്നെ വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ കുറച്ച് കാന്താരിമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് അച്ചാർ പൊടിയും അതേപോലെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം കായപ്പൊടിയും അതേപോലെ കുറച്ച് ഉലുവയുടെ പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വിനാഗിരി നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാങ്ങ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു ടൈമിൽ ആ മാങ്ങ നമ്മൾ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് തിളപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഒരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. ബൈ.